എൻ്റെ പേര് സുപ്രിയ. സുപ്രിയ, എവിടെയാണ് വീട്? കോഴിക്കോട്. മെയിൻലി ബോഡി പെയിൻ ആയിരുന്നു. മൂവിങ് എല്ലാം ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. ഒരു അവസാന ഘട്ടത്തിലാണ് വന്നത്. എന്തെല്ലാം പ്രോബ്ലം ഉണ്ടായിരുന്നു? ബാക്ക് പെയിൻ മെയിൻലി, നീ പെയിൻ, 2 പാദങ്ങൾ, മൊത്തത്തിൽ ഒരു പിടുത്തം വന്നിരുന്നു എനിക്ക്. മൂവിങ്ങിന് ഒക്കെ ഒരു ഭയങ്കര ടയേർഡായിരുന്നു. നടക്കാനെല്ലാം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം? ഭാർഗവ കളരിയിൽ ഒന്നാമത് ഇവിടെ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെയുള്ള ഒരു ഫീൽ, ഒരു പോസിറ്റീവ് എനർജി, നമുക്ക് വീണ്ടും വരാൻ തോന്നുന്ന ഒരു ഫീൽ ഉണ്ടാകും. പിന്നെ നിങ്ങളുമായിട്ടുള്ള എല്ലാവരും പരിചയപ്പെട്ടു. പിന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല റിസൾട്ടാണുള്ളത്. മൊത്തം ഒരു റിലാക്സ്ഡ് ആണ്, മെൻ്റലി ആൻഡ് ഫിസിക്കലി. ആരാ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്? ഗുരുക്കൾ, രാജേഷ് ഗുരുക്കൾ. എൻ്റെ അഭിപ്രായം എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. മീൻസ് ഞാനൊരു ഗുരുക്കളായിട്ടല്ല കാണുന്നത്, ബെറ്റർ തന്നെ അതിൻ്റെ മുകളിലാണ്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഒഴിച്ചിൽ അതൊക്കെ ഓക്കെ, ആളുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതിൽ കൂടുതൽ ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തി ആണ്, എന്തായാലും തീർച്ചയായിട്ടും ആണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാറുണ്ട്, ആ കാര്യം പറയാറുണ്ട്. ഇവിടെ നിന്ന് പോകരുത് എന്ന് പറയാറുണ്ട്. എങ്ങനെ? അതായത് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ നിന്ന് പോകരുത്, അതിൽ കുറച്ചും കൂടെ ഒരു വളർച്ചേൻ്റെ കുറേ ഘട്ടങ്ങൾ കടന്നു പോകാനുണ്ട്. അതിലേക്ക് കൂടെ കടന്നു പോകണമെന്ന് ഞാൻ പറയാറുണ്ട് അദ്ദേഹത്തിനോട്. അപ്പോൾ ഒരു സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ആ വീട് സൂക്ഷിച്ചിരിക്കുന്നത്, ട്രീറ്റ്മെൻറ്റിൻ്റെ രീതികൾ, അതിൽ കാണിക്കുന്ന ഇൻറ്റിമസി, പിന്നെ ചെയ്തിരിക്കുന്ന ഒരു സംഗതി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആളുകളിലേക്ക് എത്തുന്ന രീതിയിൽ അങ്ങനെ അത് ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കാണുമായിരിക്കും, കാരണം അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ കാണുള്ളൂ. അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തി അത് ചെയ്യണം എന്നാണ് എനിക്ക് അദ്ദേഹത്തിനോടുള്ള അഡ്വൈസ്. ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതിൽ കൂടുതൽ ഒരുപാട് ആത്മീയമായിട്ടും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. വെറും നമ്മളൊരു കളരിയിൽ പോകുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ഗുരുക്കളെടുത്ത് പോകുന്ന പോലെയോ അല്ല തോന്നാറുള്ളത്. അതിൽ കൂടുതലായിട്ട് നമുക്കൊരു ആശ്രയത്വം കിട്ടുന്ന, അല്ലെങ്കിൽ ആളുകളോട് കുറച്ചും കൂടെ അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാൻ പറ്റുന്ന വെച്ചാൽ അരി വാങ്ങി കൊടുക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ആളുകൾ ഒരു രോഗാവസ്ഥ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു രോഗമാണ് ശരീരത്തിൽ കിടക്കുന്നതല്ല. അതായത് ഹെൽത്ത് എന്ന് പറയുമ്പോൾ അത് മാനസികമായിട്ട്, ശാരീരികമായിട്ട്, സാമൂഹികമായിട്ട്, പേഴ്സണായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾ നേരിടുമ്പോൾ അത് രോഗമായിട്ട് മാറുന്നുണ്ട്. അപ്പം അതിന് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പെയിൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായെന്ന് വേണമെങ്കിൽ പറയാം. ഞാനത് അവഗണിച്ച് പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്ത് അങ്ങനെ പോയതാണ്. എന്നാലും എനിക്ക് ഏറ്റവും ഒടുവിൽ ഇവിടെ വരേണ്ടി വന്നു. അപ്പോഴാണ് എനിക്കൊന്ന് റിലാക്സ് ആയത്. ഇപ്പം എനിക്ക് ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന് വേണ്ടി വിളിക്കുമ്പോൾ ഒക്കെ എനിക്ക് മനക്കരുത്ത് ഉണ്ട്, പക്ഷേ ഒരു കോൺഫിഡൻസ് ലെവൽ എൻ്റെ ലോ ആയി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് എനിക്ക് അതിനൊരു റീബേർത്ത് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പുനർജന്മം കിട്ടിയ പോലെയാണ്. ഇതെനിക്ക് ഇനി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ സ്റ്റാർട്ടിങ് കിട്ടി എനിക്ക്, അതിനുള്ളൊരു മനോബലം കിട്ടി. അതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് കുറേ കാര്യങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ആളുകളെ ഒരു സ്വയം ഉണ്ടാക്കി വെക്കുന്ന ഒരു കൂട് പൊട്ടിച്ച് പുറത്തേക്ക് വരാനുള്ള ഒരു വളരെ ഇതായിട്ടുള്ള, എന്താ പറയുക, ഒരു കള്ളത്തരങ്ങളില്ലാത്ത ആളുകൾക്ക് നീ വരുന്നുണ്ടെങ്കിൽ വന്നോ എന്ന് പറയുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആവശ്യമല്ല. നിനക്ക് വരണമെങ്കിൽ നീ വന്നോ, ഞാനിതാ അത് പൊട്ടിച്ചു തരാൻ തയ്യാറാണ് എന്ന് പറയുന്ന ആ ഒരു രീതി, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് പൊതുവെ സമൂഹത്തിൽ കാണാത്ത പലരും കാശിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം സത്യസന്ധമായിട്ടുള്ളൊരു രീതിയാണ് അതിൽ അവലംബിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം മാറുന്നില്ല. പിന്നെ ചികിത്സാ രീതിയാണെങ്കിലും ഇപ്പം അദ്ദേഹം സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, പുരുഷന്മാരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണിക്കുന്ന ആ ഒരു കൺട്രോളിങ് പവർ എന്ന് പറയുന്നത് അത് അത്രയും ഹൈ ലെവലിൽ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് ഈ ചികിത്സ ചെയ്യാനേ പറ്റില്ല.
ആർക്കെങ്കിലും വിശ്വസിച്ച് അങ്ങനെ ഒരാളെടുത്ത് പോകാനും പറ്റില്ല. അവിടെ അദ്ദേഹം 100% എന്താണ് സക്സസ് ആണ്. ഇതാണ് എനിക്ക് ഇതിലേറ്റവും ആദ്യമായിട്ടും അവസാനമായിട്ടും പറയാനുള്ളത്. മാർഷൽ ആർട്ടൊക്കെ എന്തെങ്കിലും അറിയോ? ഞാൻ കരാട്ടെ ഇൻസ്ട്രക്ടറാണ്. 3rd ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ്. ഷോറിൻഡ്യൂസ് കരാട്ടെ ക്ലാസ് എടുക്കുന്നുണ്ട് സ്കൂളുകളിലൊക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ഓഹോ. നളന്ദയിൽ കോഴിക്കോട് പോളി എഞ്ചിനീയറിംഗ് കോളേജ് ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ കണ്ണൂർ സ്കൂളുകളിലൊക്കെ ക്ലാസ്